എല്ലാ വിദ്യാർത്ഥികൾക്കും സിറ്റ്സി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ് കഴിഞ്ഞ് ബയോളജി സയൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുട്ടികളാണ് നിങ്ങളെല്ലാവരും. 10ാം ക്ലാസ്സിൽ നമ്മൾ ബയോളജി പഠിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിച്ച ആ ഒരു ബയോളജിയും ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്ന ബയോളജിയും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിൽ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ വളരെ കുറച്ച് കാര്യങ്ങൾ. അതിനേക്കാളൊക്കെ ഉപരി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് +1 അതുപോലെ തന്നെ +2 പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിൽ ബയോളജിയെ എങ്ങനെയാണോ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് ആ ഒരു രീതിയിൽ ഒരു കാരണവശാലും ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ അതിനെ നമ്മൾ ഫേസ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്, പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊന്നുമല്ല. 10ാം ക്ലാസ്സിൽ നമ്മൾ എത്ര ടൈം പഠിച്ചോ അതിനേക്കാൾ കുറച്ച് കൂടുതൽ ടൈം +1 പഠിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ആസ് എ ബിഗിനർ എന്ന രീതിയിൽ നിങ്ങൾക്ക് ആദ്യം കുറച്ച് ഡിഫിക്കൽട്ടിയൊക്കെ തോന്നും. അതായത് പുതിയ പുതിയ കുറച്ച് ടേംസ് ഒക്കെ വരും. അത് നമ്മുടെ ബയോളജിയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അതായത് മറ്റുള്ള സബ്ജക്റ്റ് പോലെയല്ല, നമുക്ക് പെട്ടെന്നൊന്ന് പറയുമ്പോൾ അങ്ങോട്ട് തിരിയാത്ത കുറച്ച് ടേംസ് ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, പുതിയ കുറേ ടേംസ് നമുക്ക് പരിചയപ്പെടേണ്ടതായിട്ട് വരും. അതും ഒരു കാര്യമാണ്. പിന്നീടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 10th നമ്മൾ ബയോളജി ഒരു ടെക്സ്റ്റായിട്ട് പഠിച്ചു, അതൊരു സബ്ജക്റ്റായിട്ട് പഠിച്ചു. എന്നാൽ ഹയർ സെക്കൻഡറി ക്ലാസ്സിലേക്ക് വരുമ്പോൾ ബയോളജിയെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബയോളജി എന്ന് പറയുന്ന ഒരൊറ്റ ടെക്സ്റ്റാണ് കിട്ടുന്നത്. പക്ഷേ ആ ഒരു ടെക്സ്റ്റിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്താണ് ഇവിടെ പഠിക്കുന്നത്. അതൊരു വലിയ പ്രത്യേകതയാണ്. അതായത് ബയോളജിയെ നമ്മൾ 2ആയിട്ട് അങ്ങ് തിരിക്കും, ബോട്ടണി എന്നും സുവോളജി എന്നും. ബോട്ടണി എന്നും സുവോളജി എന്നും ടെക്സ്റ്റ് ഒന്ന് തന്നെയാണ്, പക്ഷേ പഠിക്കുന്നത് 2ആയിട്ടാണ്. 2 അധ്യാപകരാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ബയോളജി? ബയോളജി എന്ന് വെച്ചാൽ എന്താ ബയോളജി? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസംസ്, അല്ലേ? ജീവനുള്ള വസ്തുക്കളെ കുറിച്ചുള്ള അല്ലെങ്കിൽ ജീവനുള്ള ജീവജാലങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ബയോളജി. ജീവനുള്ള എന്തിനെ കുറിച്ചും ഉള്ള പഠനമാണ് എന്ത്? ബയോളജി. ഓക്കെ, ഈ ജീവജാലങ്ങളിൽ പ്ലാന്റ്സും വരും, ആനിമൽസും വരത്തില്ലേ? വരും. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെയും സ്റ്റഡിയെ നമ്മളിവിടെ അങ്ങ് 2ആക്കി മാറ്റുകയാണ്. പ്ലാന്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ബോട്ടണി, ആനിമൽസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് സുവോളജി. ഓക്കെ, അങ്ങനെ ബയോളജിയെ നമ്മൾ ബോട്ടണി എന്നും സുവോളജി എന്നും 2ആയിട്ട് അങ്ങ് തിരിക്കും. അതിൽ പ്ലാന്റ്സിനെ കുറിച്ച് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നോ അതെല്ലാം ബോട്ടണിയിലായിരിക്കും വരുന്നത്. ആനിമൽസിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നോ അതെല്ലാം സുവോളജിയിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം വരുന്ന സമയത്ത് എക്സാമിനും ആ ഒരു രീതിയിലായിരിക്കും എക്സാം നടത്തുന്നത്. അതായത് ബയോളജിയുടെ എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അവിടെ നമുക്ക് 2 പാർട്ടായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. 2 പാർട്ടായിട്ട്, എ പാർട്ടും കാണും, ബി പാർട്ടും കാണും. അതിൽ എ പാർട്ട് ബോട്ടണിയും ബി പാർട്ട് സുവോളജിയും ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ബോട്ടണി പാർട്ട് നേരെ പകുതി മാർക്കിന് കാണും, സുവോളജി പാർട്ട് നേരെ പകുതി മാർക്കിന് കാണും. അതായത് 80 മാർക്കിനാണ് എക്സാമിന് എങ്കിൽ 40 മാർക്കിന് ബോട്ടണിയും 40 മാർക്കിന് സുവോളജിയും ആയിരിക്കും. അതാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ക്ലിയർ ആയോ? അങ്ങനെ സുവോളജിയും ബോട്ടണിയും 2ഉം നേരെ പകുതി വീതമാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ടോട്ടൽ 22 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്, 22 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അതിൽ പകുതി ഭാഗം, അതായത് 11 ചാപ്റ്റർ ബോട്ടണിയിലും വരും, 11 ചാപ്റ്റർ സുവോളജിയിലും വരും. അപ്പോൾ അതെങ്ങനെയാണ് ടീച്ചറെ, ഓർഡറിലാണോ കിടക്കുന്നത് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അത് ഓർഡറിലല്ല കിടക്കുന്നത്. അത് കറക്റ്റായിട്ടുള്ള ഓർഡറിൽ, ഇപ്പോൾ ബോട്ടണി പഠിപ്പിക്കുന്നത് ഞാനാണ്, സുവോളജി പഠിപ്പിക്കുന്നത് ഫാസിൽ സാറാണ്. അപ്പോൾ ബോട്ടണിയിലെ ടോപ്പിക്കുകൾ ഓരോന്നും കറക്റ്റായിട്ടുള്ള ആ ഒരു ഓർഡറിൽ ഞാൻ പഠിപ്പിക്കും, സാറ് സുവോളജിയിലെ ആ ഒരു ഓർഡറിൽ പഠിപ്പിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ ചാപ്റ്ററാണ് ലിവിങ് വേൾഡ്. ലിവിങ് വേൾഡ് എന്ന് പറയുന്നത് സുവോളജിയിൽ വരുന്നതാണ്, അത് സാറ് പഠിപ്പിക്കും.
രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അത് ഞാൻ പഠിപ്പിക്കും, അത് ബോട്ടണിയിൽ വരുന്നതാണ്. ഓക്കെ. പിന്നെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് പ്ലാന്റ് കിങ്ഡം, അതും ബോട്ടണിയിലെയാണ്. അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്റർ ഞാൻ എടുക്കും. നാലാമത്തെ വരുന്നതാണ് ആനിമൽ കിങ്ഡം, അത് സാർ എടുക്കും. മനസ്സിലായോ? ഇങ്ങനെ മിക്സ് ആയിട്ടാണ് സുവോളജി ബോട്ടണി ചാപ്റ്ററുകൾ കിടക്കുന്നത്. അതിൽ ബോട്ടണി എല്ലാം നമ്മൾ പഠിക്കും, അതായത് ഞാൻ പഠിപ്പിക്കും. സുവോളജി എല്ലാം സാർ നിങ്ങളെ പഠിപ്പിക്കും. അങ്ങനെ സുവോളജി ബോട്ടണി എന്നുള്ള 2 സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ മുൻപിലോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ. പഠിക്കുമ്പോൾ ടോട്ടലി ബയോളജി, അതാണ് നമുക്ക് ടെക്സ്റ്റ് ഉള്ളത്. അതുപോലെ തന്നെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറും ബയോളജി എന്ന് പറഞ്ഞിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും വരുന്നത്. സ്കൂളിലും അങ്ങനെ ആയിരിക്കും. നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ബോട്ടണി പഠിപ്പിക്കാൻ സെപ്പറേറ്റ് ഒരു ടീച്ചർ കാണും, സുവോളജി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ടീച്ചർ കാണും. അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, ടീച്ചേഴ്സൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, എങ്കിലും ഞാൻ പറയുകയാണ്. ബയോളജി സയൻസ് എടുക്കുന്നവർക്ക് എന്തായാലും ബയോളജി താല്പര്യം കാണുമല്ലോ, അതുകൊണ്ടല്ലേ ബയോളജി സയൻസ് എടുത്തത്. എല്ലാ സബ്ജക്റ്റുകളും ഒരേ പ്രാധാന്യത്തോടു കൂടി പഠിക്കുക. അതായത് നമ്മുടെ ലക്ഷ്യം എന്താണ്? നമുക്ക് ഹയർ സെക്കൻഡറിയിൽ, അതായത് +2 കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് ഫുൾ A+ കിട്ടണം. അപ്പോൾ ഒരു സബ്ജക്റ്റ് മാത്രം പഠിച്ച്, ഇപ്പോൾ ബയോളജി ഇഷ്ടമാണെന്ന് കരുതി ബയോളജി മാത്രം പഠിച്ചിട്ട് ബാക്കിയുള്ള സബ്ജക്റ്റ് പഠിക്കാതിരുന്നാൽ നമുക്ക് ഫുൾ A+ കിട്ടത്തില്ല. ഇനി ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ പഠിക്കും, ബയോളജി ഇഷ്ടമല്ല എന്ന് കരുതിയിട്ട് അത് പഠിക്കാതിരുന്നാൽ അവിടെയും നമുക്ക് എന്ത് കിട്ടത്തില്ല? ഫുൾ A+ കിട്ടത്തില്ല. അപ്പോൾ എല്ലാ സബ്ജക്റ്റുകൾക്കും ഒരേ പ്രാധാന്യം കൊടുത്ത് വേണം നിങ്ങൾ പഠിക്കാൻ. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി സുവോളജിയും ബോട്ടണി എടുക്കുകയാണെങ്കിൽ ബയോളജി ഇഷ്ടമാണ്, അതിൽ സുവോളജി ഇഷ്ടമുള്ളവർ കാണും, ബോട്ടണി ഇഷ്ടമുള്ളവർ കാണും, അത് രണ്ടും ഇഷ്ടമുള്ളവർ കാണും. നമ്മുടെ ലക്ഷ്യം എന്താണ്? A+ ആണ്. ബയോളജിക്ക് A+ കിട്ടണമെങ്കിൽ എന്ത് പഠിക്കണം? 2 സബ്ജക്റ്റും, അതായത് സുവോളജിയും ബോട്ടണിയും ഒരുപോലെ നന്നായിട്ട് പഠിക്കണം, എങ്കിലേ ബയോളജിക്ക് A+ കിട്ടത്തുള്ളൂ. ഓക്കെ. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. പിന്നീട് ഫസ്റ്റ് ഇയറിലെ മാർക്ക് ആഡ് ചെയ്തിട്ടാണ് സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് റിസൾട്ട് വരുന്നത്. ഫസ്റ്റ് ഇയറിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നോ അതും സെക്കൻഡ് ഇയറിലെ മാർക്കും കൂടി ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഫൈനലായിട്ട് +2 റിസൾട്ട് വരുന്നത്. മനസ്സിലായോ? ഇപ്പോൾ 10ാം ക്ലാസ്സിലായിരുന്നെങ്കിൽ 10th നിങ്ങൾ എന്തൊക്കെ പഠിച്ചോ അത് മാത്രം മതി നിങ്ങളുടെ ഫൈനൽ റിസൾട്ടിന്. എന്നാൽ +2 നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? +1 മാർക്ക് പ്ലസ് +2 മാർക്ക്, അങ്ങനെയാണ്. പിന്നെ ഇന്റേണലൊക്കെ അതിൽ വരും, പ്രാക്ടിക്കലൊക്കെ അതിൽ വരും, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ തൽക്കാലം തിയറിയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിലും നന്നായിട്ട് പഠിക്കുക, സെക്കൻഡ് ഇയറിലും നന്നായിട്ട് പഠിക്കുക. ഫസ്റ്റ് ഇയറിൽ ഉഴപ്പ് കാണിച്ചാൽ സെക്കൻഡ് ഇയറിൽ എന്ത് കിട്ടത്തില്ല? എത്ര കമന്ന് കിടന്ന് പഠിച്ചെന്ന് പറഞ്ഞാൽ A+ കിട്ടത്തില്ല. ഫസ്റ്റ് ഇയറിൽ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക, നിങ്ങൾ സേഫായി. പിന്നെ നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട. സെക്കൻഡ് ഇയറിലെ മാർക്ക് കൂടെ ആകുമ്പം എല്ലാവർക്കും A+ കിട്ടും. ഓക്കെ. അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് ബയോളജിയെക്കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ പഠിച്ചു വന്ന ആ ഒരു ലെവലല്ല ഹയർ സെക്കൻഡറിയിലോട്ട് വരുമ്പോൾ. ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയുള്ള ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ആ ഒരു ടോപ്പിക്ക് കുറച്ചധികം പഠിക്കണം, അത്രേ ഉള്ളൂ, വ്യത്യാസമേ ഉള്ളൂ. എന്നാൽ ബയോളജി വരുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാവരും പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണോ? അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ തുടക്കം, കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. +1 ക്ലാസ്സിലെ ബോട്ടണിയിലെ 1ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നതാണ്. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ബയോളജി മീൻസ് എന്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്? ലിവിങ് ഓർഗാനിസങ്ങളെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, അവിടെ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വർഗീകരണം. അതായത് ഓർഗാനിസങ്ങളെ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ലിവിങ് ഓർഗാനിസങ്ങളെ പല ഗ്രൂപ്പുകളാക്കുന്ന രീതി, അതാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? ലിവിങ് ഓർഗാനിസങ്ങളെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതായത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയെന്നല്ല, സയൻറ്റിസ്റ്റുകൾ
കുറേ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ പലതരം ക്ലാസിഫിക്കേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ലിവിങ് ഓർഗാനിസങ്ങളുടെ ക്ലാസിഫിക്കേഷൻ രീതികൾ, അതാണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം, പഠിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് എഴുതുക, അതൊരു ശീലമാക്കുക. പഠിക്കുന്ന കൂട്ടത്തിൽ ജസ്റ്റ് ആ ഒരു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നോട്ട്ബുക്കിൽ ഒന്ന് റഫായിട്ട് കുറിച്ച് പോവുക. അത് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു നോട്ട് ജസ്റ്റ് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നത് പോലെയല്ല, നമ്മൾ നമ്മുടേതായ രീതിയിൽ എഴുതി വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഓരോ പോയിന്റ് പറയുമ്പം നിങ്ങൾ അതായത് നിങ്ങളുടെ രീതിയിൽ ചെറിയതായിട്ട് നോട്ടാക്കി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവിങ് ഓർഗാനിസംസ്, ജീവജാലങ്ങളെ തരംതിരിക്കുന്ന രീതി, ആ രീതികളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജീവജാലങ്ങളെ തരംതിരിക്കുക, അങ്ങനെ വെറുതെ അങ്ങ് തരംതിരിക്കാൻ പറ്റുമോ? നമ്മുടെ ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട് അല്ലേ? ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ആ ഒരുപാട് തരത്തിലുള്ള ജീവജാലങ്ങളെ വെറുതെ നമുക്ക് ഓരോരുത്തരെ പിടിച്ച് ഓരോ ഗ്രൂപ്പിൽ അങ്ങ് ഇടാൻ പറ്റത്തില്ല. അവയെ തരംതിരിക്കുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടും കുറച്ച് ക്രൈറ്റീരിയകൾ അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ വേണം. അതിൻ്റെ ആ ഒരു രീതിയിൽ വേണം തരംതിരിക്കാൻ. എങ്കിലേ അതിന് ആ ഒരു ക്ലാസിഫിക്കേഷന് ഒരു ഫലമുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു നല്ല ക്ലാസിഫിക്കേഷൻ വരുന്നതിന് മുൻപ് ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ശ്രമങ്ങളാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. പിന്നീടാണ് ഇപ്പോൾ നിലവിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയിരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ആദ്യകാലത്തെ മനുഷ്യന്റെ ഏർലി ഹ്യൂമൻ ബീയിങ്സിന്റെ കാര്യം നോക്കിയാൽ അവര് ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തത്, തരം തിരിച്ചത് എന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ്, അവരുടെ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ്, അവരുടെ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യകാല മനുഷ്യർ എന്ത് ചെയ്തിരുന്നത്, ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്തിരുന്നത്. അതായത് ഇപ്പോൾ ഫുഡിന് വേണ്ടിയിട്ടുള്ളവ, ഓക്കെ, ഷെൽട്ടറിന് വേണ്ടിയിട്ടുള്ളവ, അല്ലെന്നുണ്ടെങ്കിൽ ക്ലോത്തിങ്ങിന് വേണ്ടിയിട്ടുള്ളതാ. അങ്ങനെ പല രീതിയിൽ മനുഷ്യരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യകാല മനുഷ്യർ എന്ത് ചെയ്തത്, ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ടുള്ളതാവുമ്പോൾ അതിൽ എന്തൊക്കെ വരും? വെജിറ്റബിൾസും ഫ്രൂട്ട്സും, പിന്നെ ഫുഡിന് വേണ്ടിയിട്ട് ആനിമൽസിൽ നിന്ന് എന്തെല്ലാം, ഇപ്പോൾ എഗ്ഗ്, മീറ്റ്, മിൽക്ക് അങ്ങനെയൊക്കെ ഉപയോഗിക്കും. പിന്നെ ആനിമൽസിനെ തന്നെ എന്ത് ചെയ്യാറുണ്ട്, ഫുഡായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇല്ലേ? അപ്പം അതെല്ലാം ഏതിൽ വരും? ഈ ഫുഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ആ ഒരു ഗ്രൂപ്പിൽ വരും. ഇനി ഷെൽട്ടറിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പോൾ വീടൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, വാസസ്ഥലങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവരെന്തുപയോഗിക്കുമായിരിക്കും? പലതരത്തിലുള്ള പ്ലാന്റ്സിൻ്റെ വുഡൊക്കെ ഉപയോഗിക്കുമായിരിക്കും അല്ലേ? പലതരത്തിലുള്ള തടികളൊക്കെ ഉപയോഗിക്കുമായിരിക്കും. അതുപോലെ തന്നെ ലീവ്സ് ഒക്കെ ഉപയോഗിക്കുമായിരിക്കും. പിന്നീട് ഈ മുളയൊക്കെ ഇല്ലേ, ബാമ്പു, അതൊക്കെ ഉപയോഗിക്കുമായിരിക്കും. അപ്പം അങ്ങനെ ഷെൽട്ടർ, അതായത് അവരുടെ വാസസ്ഥലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓർഗാനിസങ്ങളെയൊക്കെ അവരൊരു ഗ്രൂപ്പിലാക്കിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ക്ലോത്തിങ്ങിന് വേണ്ടിയിട്ട്, വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പണ്ട് ആദ്യത്തെയൊക്കെ മനുഷ്യർ ഇലകളൊക്കെ തുന്നി ചേർത്തായിരുന്നു വസ്ത്രം ഉണ്ടാക്കിയിരുന്നത് അല്ലേ? അപ്പം അവർ അതിന് വേണ്ടിയിട്ട് ഏത് പ്ലാന്റിനെ ഉപയോഗിച്ചോ അതിനെ ഒരു കാറ്റഗറിയിലാക്കി കാണും. അതുപോലെ തന്നെ ഇപ്പോൾ ആനിമൽസിൻ്റെയൊക്കെ തോലൊക്കെ എടുത്തിട്ട് ക്ലോത്ത് ഉണ്ടാക്കുമായിരിക്കും അല്ലേ? അപ്പം ആ ആനിമലിനെയൊക്കെ ആ ഒരു കാറ്റഗറിയിൽ കൊണ്ടുവരും. അങ്ങനെയൊക്കെ ആയിരുന്നു അവരെന്ത് ചെയ്തിരുന്നത്, ക്ലാസിഫിക്കേഷൻ നടത്തിയിരുന്നത്. അപ്പം നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയേ, ആ ക്ലാസിഫിക്കേഷൻ ശരിക്കും എന്തല്ല, ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണോ? ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണോ? അല്ല. അതായത്
എവിടെ നിന്നൊക്കെയോ കുറേ ഓർഗാനിസങ്ങളൊക്കെ ഒരേ ഗ്രൂപ്പിൽ വരുന്നു. അത് ഒരു നീഡ്, ഒരു ആവശ്യം, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം. അല്ലാതെ നമ്മൾ കാഴ്ചയിൽ അവരെ നോക്കിയാൽ അവർ തമ്മിൽ ഒരു സാമ്യതയും കാണത്തില്ല. മറ്റ് ബയോളജിക്കലി ഒരു കാര്യത്തിലും അവർ തമ്മിൽ ഒരു സാമ്യതയും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ ശരിക്കും എന്തല്ല, ഒരു എന്താണ് സയൻറ്റിഫിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ മെത്തേഡ് ആയിരുന്നില്ല. അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ മെത്തേഡ് ആയിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ സയൻറ്റിസ്റ്റുകളൊക്കെ കുറേ പേര് ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ക്ലാസിഫൈ ചെയ്യുന്നതിനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് ഡീപ്പായിട്ട് സ്റ്റഡി നടത്തി. അങ്ങനെ സ്റ്റഡിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് സയൻറ്റിഫിക് ആയിട്ട് ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ആ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റാണ് നമുക്കെല്ലാം അറിയാം, ഫാദർ ഓഫ് ബയോളജി എന്നറിയപ്പെടുന്ന സയൻറ്റിസ്റ്റ് അരിസ്റ്റോട്ടിൽ. ആരാണ്? അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലിനെ എന്താണ് അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് ബയോളജി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹമാണ് ആദ്യമായിട്ട് എന്തു കൊണ്ടുവരുന്നത്? സയന്റിഫിക് ആയിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൊണ്ടുവരുന്നത്. അപ്പോൾ ഫസ്റ്റ് സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആരാണ്? അരിസ്റ്റോട്ടിൽ. ഫസ്റ്റ് സയന്റിഫിക് സിസ്റ്റം അല്ലെങ്കിൽ സയന്റിഫിക് മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അരിസ്റ്റോട്ടിൽ. ജീവികളെ ശാസ്ത്രീയമായി ആദ്യമായി വർഗീകരിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തു? സയന്റിഫിക്കലി ആദ്യമായിട്ട് ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്തു. ഇനി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ക്ലാസിഫിക്കേഷൻ നടത്തിയത് എന്ന് ചോദിച്ചാൽ, ബേസ്ഡ് ഓൺ ദെയർ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബേസ്ഡ് ഓൺ ദെയർ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. ബേസ്ഡ് ഓൺ ദെയർ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. അപ്പൊ ചോദിക്കും, എന്താണ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്? അതൊരു പുതിയ ടേം ആണ് അല്ലേ? എന്താണ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്? അതായത് ഒരു ഓർഗാനിസത്തെ നമ്മൾ കാണുന്നു. കാണുമ്പോൾ ആ കാഴ്ചയിൽ നിന്നും, അതായത് നമ്മൾ കാണുമ്പോൾ ആ കാഴ്ചയിൽ നിന്നും എന്തെല്ലാം ക്യാരക്ടേഴ്സ് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുമോ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെയാണ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മാംഗോ ട്രീ. അപ്പം ഞാൻ ആ മാംഗോ ട്രീയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിനെ ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നു അതൊരു മാംഗോ ട്രീ ആണ്. അതിന് വളരെ നല്ല ഹൈറ്റിൽ നല്ല പൊക്കമുണ്ട്. അതിൽ ധാരാളം ഇലകളുണ്ട്. ചില ഇലകളൊക്കെ നല്ല പച്ച നിറത്തിൽ കാണുന്നു, ചിലവ മഞ്ഞ നിറത്തിലാണ്, അതായത് പൊഴിഞ്ഞു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൽ നിറയെ മാങ്ങകളുണ്ട്, പച്ച മാങ്ങകളുമുണ്ട്, പഴുത്ത മാങ്ങകളുമുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ അത് മനസ്സിലാക്കുന്നു. മനസ്സിലായോ? അപ്പം ഇതൊക്കെ എന്താണ്? ഞാൻ അതിനെ കാണുമ്പോൾ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന അതിൻ്റെ ഫീച്ചേഴ്സാണ്. മനസ്സിലായോ? അതായത് അതിൻ്റെ ഹൈറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ ലീവ്സിൻ്റെ കളറ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഷേപ്പ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള ഹൈറ്റ്, ഷേപ്പ്, കളറ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഏത് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്? മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഒരു ആനിമലിനെ കണ്ടാൽ, ഫോർ എക്സാമ്പിൾ ഒരു പൂച്ച, ഒരു ക്യാറ്റിനെ കണ്ടാൽ നമ്മൾ എന്തൊക്കെയാ ആ ക്യാറ്റിൻ്റെ എന്തെല്ലാം ഫീച്ചേഴ്സ് നമുക്ക് തോന്നും? അതിന് 4 കാലുകളുണ്ട്, പിന്നെന്താ ഒരു വാലുണ്ട്. ഇപ്പം പൂച്ചയുടെ കളർ പല കളറിലുണ്ട് അല്ലേ? ഇപ്പം ഞാൻ കണ്ടത് ഒരു വൈറ്റ് കളറിലെ പൂച്ചയാണ്, ഒരു ക്യാറ്റിനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്? അതിൻ്റെ കളറ് വൈറ്റ് കളറാണ്, നല്ല ഫാറ്റി ആയിട്ടുള്ള പൂച്ചയാണ്, നല്ല ക്യാറ്റാണ്. അതുപോലെ തന്നെ അതിൻ്റെ ബോഡി നിറയെ ഒരുപാട് ഫൈൻ ഹെയർസ് ഉണ്ട്. അതൊക്കെ എന്താണ്?
ഞാൻ അതിനെ കണ്ടപ്പോൾ എനിക്ക് ആ കാഴ്ചയിലൂടെ തിരിച്ചറിയാൻ സാധിച്ച ക്യാരക്ടേഴ്സ് ആണ്. മനസ്സിലായോ? അതായത് കളറ്, ഷേപ്പ്, മനസ്സിലായോ? അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലായല്ലോ, മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്താന്ന് വെച്ചാല്. അപ്പൊ ഈ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തത്? ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്തത്. അതായത് ഒറ്റ നോട്ടത്തിൽ എന്തൊക്കെ മനസ്സിലാവുന്നു ആ ക്യാരക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി അദ്ദേഹം ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്തു. അദ്ദേഹം ആദ്യം ക്ലാസിഫൈ ചെയ്യുന്നത് പ്ലാന്റ്സിനെയാണ്. പ്ലാന്റ്സിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തതെന്ന് വെച്ചാല്, പ്ലാന്റ്സിനെ അദ്ദേഹം 3 ഡിവൈഡ് ചെയ്തു. എത്രയായിട്ട് ഡിവൈഡ് ചെയ്തു? 3. ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ്. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്? ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ്. Okay, he classified plants into 3 groups. അദ്ദേഹം എന്ത് ചെയ്തു? പ്ലാന്റ്സിനെ 3 ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്തു. എന്തൊക്കെയാണ് ആ ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ പേരെന്തൊക്കെയാണ്? ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ്. ഓക്കെ, ഇനി എന്താണ് ഹെർബ്? ഹെർബ്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ താഴെയൊക്കെ വളരുന്ന ചെറിയ ചെറിയ പുൽച്ചെടികളില്ലേ? അതായത് ഒരുപാട് ഹൈറ്റിലൊന്നും പോകാതെ താഴെ തന്നെ വളരുന്ന ചെറിയ ചെറിയ പുൽച്ചെടികളെ വിളിക്കുന്ന പേരാണ് ഹെർബ്സ്. മനസ്സിലായോ? അപ്പൊ അവർക്ക് ഒരുപാട് ഹൈറ്റ് ഒന്നുമില്ല, അവർ താഴെ തന്നെയാണ് വളരുന്നത്. അത് അവരുടെ ഒരു മോർഫോളജിക്കൽ ക്യാരക്ടർ ആണ്. കാഴ്ചയിൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇനി ഷ്രബ്സ്. ഷ്രബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെക്കാൾ കുറച്ചും കൂടി ഹൈറ്റിലുള്ളവര്. ഓക്കെ, ഇനി ട്രീസ് എന്ന് വെച്ചാൽ വളരെ വലിയ പ്ലാന്റ്സ്, ഒരുപാട് ശാഖകളായിട്ട് ഒരുപാട് ഹൈറ്റിലേക്ക് പോകുന്നവര്, അതാണ് ട്രീസ്. ഓക്കെ, അപ്പൊ ഹെർബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ളവരാണ്, ഏറ്റവും സ്മാളസ്റ്റ് ആണ്. എന്നാൽ ട്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വളരെ വലുതാണ്, വളരെ ബിഗ് ആണ്. ഓക്കെ, അപ്പൊ ട്രീയുടെയും ഹെർബിന്റെയും ഇടയിൽ വരുന്ന മീഡിയം സൈസിലുള്ള പ്ലാന്റ്സ് ആണ് എന്ത്? ഷ്രബ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഷ്രബ്സിൽ എന്താ വരുന്നത്? മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ് ആണ്. അപ്പൊ ഈ സൈസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കാണുമ്പോഴുള്ള ഒരു ക്യാരക്ടർ അല്ലേ? നമുക്ക് കാണാൻ സാധിക്കുന്ന ആ കാഴ്ച കൊണ്ട് മാത്രമുള്ള ക്യാരക്ടർ അല്ലേ? അതാണ് അവിടുത്തെ മോർഫോളജി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ അദ്ദേഹം ഹെർബ്സ് എന്നും ഷ്രബ്സ് എന്നും ട്രീസ് എന്നും ക്ലാസിഫൈ ചെയ്തു. ക്ലിയർ? ഇനി ഇതേപോലെ തന്നെ അദ്ദേഹം ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തു. ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തത് ബ്ലഡിന്റെ കളറിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബ്ലഡിന്റെ കളറിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തത്. എങ്ങനെയാണെന്ന് വെച്ചാല്, ആനിമൽ വിത്ത് റെഡ് ബ്ലഡ്. എന്താണ്? ആനിമൽ വിത്ത് റെഡ് ബ്ലഡ്, ചുവന്ന രക്തമുള്ള ജീവികൾ. രണ്ടാമത്തെ ഗ്രൂപ്പാണ് ആനിമൽസ് വിത്തൗട്ട് റെഡ് ബ്ലഡ്, ചുവന്ന രക്തം ഇല്ലാത്ത ജീവികൾ. മനസ്സിലായോ? എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്? ആനിമൽസ് വിത്ത് റെഡ് ബ്ലഡ്, ആനിമൽസ് വിത്തൗട്ട് റെഡ് ബ്ലഡ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ആദ്യത്തെ സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ നടത്തിയ അരിസ്റ്റോട്ടിലിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഈ എത്രയാ? 1, 2, 3, 4 4 പോയിന്റ്സ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഫസ്റ്റ് പഠിക്കേണ്ട ഒരു ഏരിയ അത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ അതിൽ പറഞ്ഞത്? അരിസ്റ്റോട്ടിലാണ് ഫാദർ ഓഫ് ബയോളജി എന്നറിയപ്പെടുന്നത്. അദ്ദേഹമാണ് എന്ത് ചെയ്തത്? ആദ്യമായിട്ട് സയന്റിഫിക് ആയിട്ട്, ശാസ്ത്രീയമായിട്ട് ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അദ്ദേഹം? ഹി ഇൻട്രൊഡ്യൂസ് ദ ഫസ്റ്റ് സയന്റിഫിക് മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദ ഫസ്റ്റ് സയന്റിഫിക് മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ക്ലാസിഫിക്കേഷൻ നടത്തിയത്? ഹി ക്ലാസിഫൈഡ് ദ ഓർഗാനിസംസ് based on their morphological characters.
എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബേസ്ഡ് ഓൺ ദെയർ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. അതാണ് സെക്കൻഡ് പോയിന്റ്. ഹി ക്ലാസിഫൈ ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ ദെയർ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താ? ദ ഫസ്റ്റ് മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ദ ഫസ്റ്റ് സയന്റിഫിക് മെത്തേഡ് ഓഫ്, ശാസ്ത്രീയമായ രീതി, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദ ഫസ്റ്റ് scientific method of classification was introduced by Aristotle. രണ്ടാമത്തെ എന്താണ്? He classified the organisms based on their morphological characters. എന്തിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തു? Based on their morphological characters. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ഇനി എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തത്? He classified plants into 3 groups. പ്ലാന്റ്സിനെ 3 ഗ്രൂപ്പുകളായി തിരിച്ചു. അവ ഏതൊക്കെയാണ്? They are herbs, shrubs and trees. herbs എന്നും shrubs എന്നും trees എന്നും ക്ലാസിഫൈ ചെയ്തു. ഇനി herbs എന്ന് വെച്ചാൽ എന്താണ്? സ്മാൾ പ്ലാന്റ്സ്, വെരി സ്മാൾ പ്ലാന്റ്സ്, വളരെ ചെറിയ പ്ലാന്റ്സ് ആണ് herbs. ഗ്രൗണ്ടിനോട് ചേർന്നൊക്കെ അവർ കാണപ്പെടുന്നു. ഇനി shrubs എന്ന് വെച്ചാൽ എന്താണ്? മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ്, കുറച്ച് ഹൈറ്റിൽ പോവും, എന്നാൽ ഒരുപാട് അങ്ങ് ഹൈറ്റിൽ പോകത്തില്ല. ഫോർ എക്സാമ്പിൾ ഹിബിസ്കസ്, ചെമ്പരത്തി. അതൊക്കെ എന്താണ്? ഹിബിസ്കസ് ഒരു ട്രീ ആണെന്ന് പറയുമോ? ഇല്ല, ഒരു വലിയ ട്രീ ഒന്നുമല്ല, എന്നാൽ താഴെ വരുന്ന പുല്ലിന്റെ അത്രേ പോലെ ഒന്നുമല്ല, കുറച്ച് ഹൈറ്റ് ഉണ്ട്. അതേപോലെയുള്ള മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ് ആണ് ഇതിൽ വരുന്നത്? ഷ്രബ്സിൽ വരുന്നത്. നെക്സ്റ്റ് ട്രീസ്. അവരെങ്ങനെയാണ്? വളരെ വലുതാണ്, നല്ല ഹൈറ്റിൽ പോകുന്നവരാണ്. ഓക്കെ, അപ്പോൾ ഹി ക്ലാസിഫൈ പ്ലാന്റ്സ് ഇൻടു 3: herbs, shrubs, trees. നെക്സ്റ്റ് ആനിമൽസ്. ഹി ക്ലാസിഫൈഡ് ആനിമൽസ് ഇൻടു 2 groups. അദ്ദേഹം ആനിമൽസിനെ 2 ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്തു. എന്തൊക്കെയായിരുന്നു അത്? അതിൽ ഒന്നാമത്തെ എന്താണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തത്? ബ്ലഡിന്റെ കളറിന്റെ അടിസ്ഥാനത്തിൽ. ബേസ്ഡ് ഓൺ ദ കളർ ഓഫ് ദെയർ ബ്ലഡ്. ബ്ലഡിന്റെ കളറിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തത്. ഹി ക്ലാസിഫൈ ആനിമൽസ് ഇൻടു 2 groups. ഏതൊക്കെയാണ്? ആനിമൽസ് വിത്ത് റെഡ് ബ്ലഡ്, ചുവന്ന രക്തമുള്ളവ. ആനിമൽസ് വിത്തൗട്ട് റെഡ് ബ്ലഡ്, ചുവന്ന രക്തം ഇല്ലാത്തവ. ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ ആണല്ലോ? പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക, നോട്ട് ചെയ്ത് പഠിക്കുക. ക്ലാസ്സിലിരുന്ന് തന്നെ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തു? ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. പക്ഷേ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ശരിക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ജസ്റ്റ് മോർഫോളജിയുടെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തത്. ഇങ്ങനെ നോക്കിയാൽ ഒരു ഗ്രൂപ്പിൽ തന്നെ പലതരത്തിലുള്ള ഓർഗാനിസം വരാം, ഇല്ലേ? ഫോർ എക്സാമ്പിൾ ആനിമൽസിന്റെ നോക്കിയേ. ആനിമൽസ് വിത്ത് റെഡ് ബ്ലഡ്, വിത്തൗട്ട് റെഡ് ബ്ലഡ്. ചുവന്ന രക്തമുള്ളവരുണ്ട്, ചുവന്ന രക്തം ഇല്ലാത്തവരുണ്ട്. ഇനി ഈ ചുവന്ന രക്തം ഇല്ലാത്തവരിൽ തന്നെ വേറെ ഏതെങ്കിലുമൊക്കെ കളർ വരുത്തില്ലേ? അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ ആയില്ലേ? ഇനി ചുവന്ന രക്തം ഉള്ള ആനിമൽസിനെ എടുത്താൽ ആ ആനിമൽസ് തന്നെ എല്ലാവരും ഒരുപോലെ ആയിരിക്കുമോ? പലതരത്തിലുള്ള ആനിമൽസ് കാണത്തില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ എന്ത് ചെയ്തു? പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് വന്നു. അങ്ങനെ അരിസ്റ്റോട്ടിലിന്റെ ക്ലാസിഫിക്കേഷനെ ശരിക്കും അക്സെപ്റ്റ് ചെയ്ത ഒരു ക്ലാസിഫിക്കേഷൻ ആക്കിയില്ല. അതായത് ശരിക്കും എല്ലാവരും എന്ത് ചെയ്തില്ല? അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തില്ല. പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും സ്റ്റഡി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പഠനങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം അടുത്ത സയന്റിസ്റ്റ് വന്നു. ആ സയന്റിസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന്റെ പേരാണ് 2 kingdom ക്ലാസിഫിക്കേഷൻ. എന്താണ്? 2 kingdom ക്ലാസിഫിക്കേഷൻ. അതിന്റെ പേരെന്താണ്? 2 kingdom ക്ലാസിഫിക്കേഷൻ. ഇനി ആരാണ് 2 kingdom ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്ത ആ സയന്റിസ്റ്റ്? അദ്ദേഹത്തിന്റെ പേരാണ്, കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കാൾ ലിനേയസ്. ആരാണ്? കാൾ ലിനേയസ്.
കാൾ ലിനേയസ്. കാൾ ലിനേയസ് എന്ന സയന്റിസ്റ്റ് ആണ് 2 kingdom ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത്. 2 kingdom ക്ലാസിഫിക്കേഷൻ വാസ് പ്രൊപ്പോസ്ഡ് ബൈ അല്ലെങ്കിൽ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആരാണ്? കാൾ ലിനേയസ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്സാമിന്റെ ഈ ചാപ്റ്ററിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്. കാൾ ലിനേയസ് ആണ് പ്രൊപ്പോസ് ചെയ്തത്. ഓക്കെ, ഇനി അദ്ദേഹം എങ്ങനെയാണ് ആനിമൽസിനെ അല്ലെങ്കിൽ ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്തതെന്ന് വെച്ചാൽ, ആനിമൽസിനെ അല്ല ഓർഗാനിസങ്ങളെ ക്ലാസിഫൈ ചെയ്തതെന്ന് വെച്ചാൽ, അദ്ദേഹം ഓർഗാനിസങ്ങളെ 2 കിങ്ഡം ആക്കി മാറ്റി. എന്താക്കി മാറ്റി? 2 കിങ്ഡം ആക്കി മാറ്റി. ഹി ക്ലാസിഫൈ ഓർഗാനിസംസ് ഇൻടു 2 കിങ്ഡം. 2 കിങ്ഡം ആക്കി മാറ്റി. കിങ്ഡം എന്ന് വെച്ചാൽ വളരെ ഒരുപാട് ഓർഗാനിസങ്ങൾ അടങ്ങുന്ന ലാർജ് ഗ്രൂപ്പാണ്. ക്ലാസിഫിക്കേഷനിൽ തന്നെ ഏറ്റവും വലിയ ഗ്രൂപ്പാണ് കിങ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 കിങ്ഡങ്ങളാക്കി മാറ്റി. അതിൽ ഒന്നാമത്തെ കിങ്ഡമാണ് കിങ്ഡം പ്ലാന്റേ, രണ്ടാമത്തേതാണ് കിങ്ഡം അനിമേലിയ. ഫസ്റ്റ് എന്താണ്? ഹി ക്ലാസിഫൈ ഓർഗാനിസംസ് ഇൻടു 2 കിങ്ഡംസ്. He classified organisms into 2 kingdom. ഏതൊക്കെയായിരുന്നു 2 kingdom? ഒന്നാമത്തേത് ഏതാണ്? കിങ്ഡം പ്ലാന്റേ. കിങ്ഡം പ്ലാന്റേ. രണ്ടാമത്തെ കിങ്ഡം ഏതാണ്? കിങ്ഡം ആനിമേലിയ. കിങ്ഡം ആനിമേലിയ. ഇനി കിങ്ഡം പ്ലാന്റേ എന്ന് വെച്ചാൽ ഇറ്റ് ഇൻക്ലൂഡ് ഓൾ പ്ലാന്റ്സ്. എല്ലാ പ്ലാന്റ്സിനെയും അദ്ദേഹം ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി? കിങ്ഡം പ്ലാന്റേയിൽ ഉൾപ്പെടുത്തി. ഇൻക്ലൂഡ് ഓൾ പ്ലാന്റ്സ്. ഓക്കെ, രണ്ടാമത്തെയാണ് കിങ്ഡം ആനിമേലിയ. കിങ്ഡം ആനിമേലിയയിൽ അദ്ദേഹം ആനിമൽസിനെ എല്ലാം ഉൾപ്പെടുത്തി. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ് ഓൾ ആനിമൽസ്. ഇതാണ് നമ്മുടെ ലിനേയസിന്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അതായത് ഈസി അല്ലേ? ആനിമൽസിനെയും പ്ലാന്റ്സിനെയും വളരെ എളുപ്പമാണ്. കാഴ്ചയിൽ തന്നെ നമുക്കറിയാം ആനിമൽ ആണോ പ്ലാന്റ് ആണോ എന്ന്. ആനിമൽസ് എല്ലാം ഒരു ഗ്രൂപ്പിൽ, പ്ലാന്റ്സ് എല്ലാം ഒരു ഗ്രൂപ്പിൽ. വളരെ എളുപ്പമാണ് അല്ലേ? അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ സിസ്റ്റം. അപ്പൊ ഫസ്റ്റ് സിസ്റ്റം കൊണ്ടുവരുന്നത് ആരാണ്? ഫസ്റ്റ് സയന്റിഫിക് സിസ്റ്റം കൊണ്ടുവരുന്നത് ആരാണ്? അരിസ്റ്റോട്ടിൽ ആണ്. എന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് അടുത്ത സിസ്റ്റം കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ കാൾ ലിനേയസ് ആണ്. അദ്ദേഹം കൊണ്ടുവന്ന സിസ്റ്റത്തിന്റെ പേരെന്താണ്? 2 kingdom classification. In his classification, he classified organisms into 2 kingdom. അദ്ദേഹം എന്ത് ചെയ്തു? ഓർഗാനിസങ്ങളെ 2 കിങ്ഡങ്ങളാക്കി മാറ്റി. ജീവജാലങ്ങളെ 2 കിങ്ഡങ്ങളാക്കി മാറ്റി. They are ഏതൊക്കെയാണ്? കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം ആനിമേലിയ. കിങ്ഡം പ്ലാന്റേ include all plants. കിങ്ഡം ആനിമേലിയ include all animals. കിങ്ഡം ആനിമേലിയയിൽ എല്ലാ ആനിമൽസും ഉൾപ്പെടുന്നു, പ്ലാന്റേയിൽ എല്ലാ പ്ലാന്റ്സും ഉൾപ്പെടുന്നു. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു അല്ലേ? വളരെ ഈസിയാണ്. പക്ഷേ ഇതും എന്ത് ചെയ്യപ്പെട്ടില്ല? ശരിക്കും അക്സെപ്റ്റ് ചെയ്യപ്പെട്ടില്ല. കാരണം ഇവിടെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, ചില പോരായ്മകളുണ്ട്. ആ പോരായ്മകളാണ് 2 kingdom ക്ലാസിഫിക്കേഷനെ പിന്നിലേക്കാക്കിയത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു 2 kingdom ക്ലാസിഫിക്കേഷന്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ്, പോരായ്മകൾ. പ്രത്യേകിച്ചൊന്നുമില്ല, 2 പോയിന്റ്സേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ 2 പോരായ്മകളെന്നും. ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡ്രോബാക്സ്, ഡീമെറിറ്റ്സ് എന്നൊക്കെ പറയും. അപ്പൊ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിലൊന്നാമത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞു 2 kingdom ക്ലാസിഫിക്കേഷനിൽ ആനിമൽസും ഉണ്ട് പ്ലാന്റ്സും ഉണ്ട് അല്ലേ? അപ്പൊ ആനിമൽസ് ഒരു ഗ്രൂപ്പിൽ, പ്ലാന്റ്സ് ഒരു ഗ്രൂപ്പിൽ. ആനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും ഗ്രൂപ്പിൽ വരാത്ത ഓർഗാനിസങ്ങളില്ലേ? അതായത് ആനിമൽ ആണോ പ്ലാന്റ് ആണോ എന്ന് പറയാൻ പറ്റാത്ത ഓർഗാനിസങ്ങളില്ലേ? അവരെ നമ്മൾ എവിടെ കൊണ്ടുപോകും?
എന്ത് ചെയ്യും? അതൊരു പ്രശ്നമായി. ഓക്കെ, അപ്പോൾ അതിനൊരു ബെസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മുടെ എന്താ യുഗ്ലീന എടുത്തു കഴിഞ്ഞാൽ യുഗ്ലീന ഒരു ആനിമൽ ലൈക്കാണ്, പക്ഷെ അതിന് ഫോട്ടോസിന്തസിസിനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ വേറെ ഇപ്പോൾ നമ്മൾ വൈറസ് എടുത്ത് നോക്കിയാൽ അത് ലീവിങ് ആണോ നോൺ ലീവിങ് ആണോ എന്ന് പോലും പറയാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ വൈറസ് എന്നാൽ ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ഉള്ളിൽ വന്നാലേ അത് എന്തായിട്ട് മാറത്തുള്ളൂ? ലിവിങ് ആയിട്ട് മാറത്തുള്ളൂ. ഒരു ലിവിങ് സെല്ലിന്റെ ഉള്ളിൽ വന്നാലേ വൈറസ് ലിവിങ് ആവും. ലിവിങ് സെല്ലിന് പുറത്ത് അത് ലിവിങ് അല്ല. അപ്പോൾ അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആനിമൽ ആണോ പ്ലാന്റ് ആണോ എന്ന് പറയാൻ പറ്റാത്ത, കാഴ്ചയിൽ തന്നെ പറയാൻ പറ്റാത്ത കുറേ ഓർഗാനിസങ്ങളുണ്ട്. അപ്പം അതിനെയൊക്കെ നമ്മൾ എവിടെ ഉൾപ്പെടുത്തും? അത് ഇവിടുത്തെ ഒരു ലിമിറ്റേഷൻ ആണ്. മനസ്സിലായോ? This classification system exclude the organisms other than plants and animals. പ്ലാന്റ്സും ആനിമൽസും, അതായത് ഒറ്റ നോട്ടത്തിൽ തന്നെ പ്ലാന്റ് ആണോ ആനിമൽ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കുറച്ച് ഓർഗാനിസങ്ങളുണ്ട്. അപ്പം അവരെ എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. അത് ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഡീമെറിറ്റ് ആണ്. ഓക്കെ, ഇറ്റ് എക്സ്ക്ലൂഡ് the organisms other than plants and animals. ക്ലിയർ? അതാണ് നമ്മുടെ ഒന്നാമത്തെ ലിമിറ്റേഷൻ. രണ്ടാമത്തെ ലിമിറ്റേഷൻ, ഒരു ഓർഗാനിസത്തെ എടുത്താൽ അത് പ്രോക്യാരിയോട്ട് ആണോ യൂക്യാരിയോട്ട് ആണോ എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല. അതായത് പ്രോക്യാരിയോട്ട് യൂക്യാരിയോട്ട് ഒക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ പ്രോക്യാരിയോട്ട് യൂക്യാരിയോട്ട് എന്ന് വെച്ചാൽ എന്താ? പ്രോക്യാരിയോട്ട് എന്ന് വെച്ചാൽ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസോ ന്യൂക്ലിയർ മെംബ്രെയിനോ അതുപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസോ ഒന്നും ഇല്ലാത്ത ഓർഗാനിസങ്ങളുണ്ട്. അവരെയാണ് പ്രോക്യാരിയോട്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബാക്ടീരിയ. ഓക്കെ, അപ്പോൾ അവരെയൊക്കെ എന്താണ്? ഒരു ഗ്രൂപ്പിലാക്കണം. അതായത് അവരുടെ സെല്ലിന്റെ ടൈപ്പ് എങ്ങനെയാണ്? അവർക്ക് ഡെഫിനിറ്റ് ആയിട്ടൊരു ന്യൂക്ലിയസ് ഇല്ല, അതുപോലെ തന്നെ ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല, മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ഇല്ല. ഒരു പ്രോക്യാരിയോട്ടിക് സെൽ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പിന്നീട് മറ്റുള്ള ചാപ്റ്ററിലൊക്കെ പഠിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഡെഫിനിറ്റ് ആയിട്ട് ഒരു ന്യൂക്ലിയസോ ന്യൂക്ലിയർ മെംബ്രെയിനോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു സെല്ല്, ആ സെല്ലിൽ ജെനറ്റിക് മെറ്റീരിയൽ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നു, അത്രേ ഉള്ളൂ. അതാണ് പ്രോക്യാരിയോട്ടിക് സെല്ല്. എന്നാൽ ഒരു യൂക്യാരിയോട്ടിക് സെൽ അങ്ങനെയല്ല. യൂക്യാരിയോട്ടിക് സെൽ എന്ന് വെച്ചാൽ എന്താണ്? അവിടെ സെല്ലിന് കറക്റ്റായിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ സെൽ ഓർഗനൽസ് ഉണ്ട്. അതായത് ഡെഫിനിറ്റ് ആയിട്ടുള്ള മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് എല്ലാം ഉണ്ട് നമ്മൾ പഠിക്കുന്ന യഥാർത്ഥ സെല്ല്. ഓക്കെ, അപ്പൊ അതെല്ലാം എന്താണ്? യൂക്യാരിയോട്ടിക് സെൽസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പിൽ തന്നെ, അതായത് പ്ലാന്റ്സിന്റെ കേസ് ആയാലും ആനിമൽസിന്റെ കേസ് ആയാലും അവിടെ 2 കിങ്ഡം ഉണ്ട്. അതിൽ പ്രോക്യാരിയോട്ടും യൂക്യാരിയോട്ടും ഒരു കിങ്ഡത്തിൽ തന്നെ വരും. അപ്പൊ അതെങ്ങനെ ശരിയാവും? അവർ തമ്മിൽ വ്യത്യാസമില്ലേ? അപ്പൊ അത് ശരിയാവത്തില്ല. മനസ്സിലായോ? ഇനി അതുപോലെ തന്നെ യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളുണ്ട്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസങ്ങളുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ബാക്ടീരിയകൾ, അതുപോലെ തന്നെ അമീബ, പാരമീസിയം, യുഗ്ലീന, അതെല്ലാം എന്താണ്? യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളാണ്. അപ്പൊ അവരെയും മൾട്ടി സെല്ലുലാർ ഓർഗാനിസങ്ങളായിട്ടുള്ള ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? അതൊക്കെ ഒരു പ്രശ്നമല്ലേ? അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റിയില്ല. അതായത് പ്രോക്യാരിയോട്ടിനെയും യൂക്യാരിയോട്ടിനെയും ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു. യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളെയും മൾട്ടി സെല്ലുലാർ ഓർഗാനിസങ്ങളെയും ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു. പിന്നെയുണ്ട് ഫോട്ടോസിന്തറ്റിക്കും നോൺ ഫോട്ടോസിന്തറ്റിക്കും. ഇപ്പോൾ പ്ലാന്റ്സ് എല്ലാവരും ഫോട്ടോസിന്തറ്റിക് ആണ്. ഓക്കെ, എന്നാൽ ആ പ്ലാന്റിന്റെ ഗ്രൂപ്പിൽ തന്നെയാണ് നമ്മുടെ ഈ മഷ്റൂംസ് ഒക്കെ വന്നത്. കൂണുകളൊക്കെ ഇല്ലേ, അവർ ഫോട്ടോസിന്തറ്റിക് ആണോ? അല്ല, അവരൊക്കെ ഹെട്രോട്രോഫിക് അല്ലേ, സാപ്രോഫൈറ്റിക് ഓർഗാനിസങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അവിടെയും ഒരു കൺഫ്യൂഷൻ വന്നു. മനസ്സിലായോ? അപ്പോൾ ഫോട്ടോസിന്തറ്റിക്കിനെയും നോൺ ഫോട്ടോസിന്തറ്റിക്കിനെയും ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു. അപ്പോൾ അതും ഒരു ലിമിറ്റേഷൻ ആയിരുന്നു.
പിന്നെ ഒരു ഗ്രൂപ്പിൽ തന്നെ പലതരത്തിൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ഓർഗാനിസങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നവരുണ്ടായിരിക്കും, അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നവരുണ്ടായിരിക്കും. മനസ്സിലായോ? അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ തന്നെ പലതരത്തിലുള്ള റീപ്രൊഡക്ഷൻ ഉണ്ട്. ബൈനറി ഫിഷൻ, ബഡ്ഡിങ്, ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്. അങ്ങനെ പലതരത്തിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരെയെല്ലാം ഇതേപോലെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം എന്തിന്റെ ഡ്രോബാക്സ് ആയിരുന്നു? നമ്മുടെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ഡ്രോബാക്സ് ആയിരുന്നു. അപ്പോൾ എന്തൊക്കെയാ ഡ്രോബാക്സ്? ഒന്നാമത്തെ എന്താ പറഞ്ഞത്? ഇറ്റ് എക്സ്ക്ലൂഡ് ഓർഗാനിസംസ് അതർ ദാൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ആനിമൽസും പ്ലാന്റ്സും അല്ലാതെ കുറച്ച് ഓർഗാനിസങ്ങളുണ്ട്, അവരെ എന്ത് ചെയ്തില്ല? ഈ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയില്ല. അത് ഒരു പോയിന്റ്. രണ്ടാമത്തത് എന്താണ്? ഇറ്റ് ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ്. ഇതിന് എന്ത് ചെയ്യാൻ സാധിച്ചില്ല? ഇറ്റ് ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ്. യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളെയും മൾട്ടിസെല്ലുലാർ ഓർഗാനിസങ്ങളെയും പല ഗ്രൂപ്പുകളിലാക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഇറ്റ് ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ദ പ്രോക്യാരിയോട്സ് ആൻഡ് യൂക്യാരിയോട്സ്. പ്രോക്യാരിയോട്സിനെയും യൂക്യാരിയോട്സിനെയും ഒരേ ഗ്രൂപ്പിൽ ഇടേണ്ടി വന്നു. മനസ്സിലായോ? അതുപോലെ തന്നെ ഇറ്റ് കാനോട്ട് ഡിസ്റ്റിംഗ്വിഷ് ദ ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ്. ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസങ്ങളെയും നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസത്തിനെയും എല്ലാം ഒരു ഗ്രൂപ്പിൽ ഇടേണ്ടി വന്നു. മനസ്സിലായോ? അതുപോലെ തന്നെ there are many difference in the reproduction method of organisms in the same group. ഒരേ ഗ്രൂപ്പിലെ തന്നെ ഓർഗാനിസങ്ങൾക്കിടയിൽ റീപ്രൊഡക്ഷനിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം എന്തിന്റെ ഡ്രോബാക്സ് ആണ്? നമ്മുടെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ഡ്രോബാക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അവിടെ അടയുകയാണ്. അത് അവസാനിച്ചു. അപ്പോൾ പിന്നീട് വീണ്ടും സയന്റിസ്റ്റുകൾക്ക് വീണ്ടും ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ വേണം എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ കുറേ നാൾ സ്റ്റഡി നടത്തി, കുറേ സ്റ്റഡിയൊക്കെ നടത്തി അവസാനം ഇതിനേക്കാൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. ആ ക്ലാസിഫിക്കേഷന്റെ പേരാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. എന്താണ്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ R.H. വിറ്റാക്കർ എന്ന സയന്റിസ്റ്റ് ആണ്. ആരാണ്? R.H. വിറ്റാക്കർ എന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം ഓർഗാനിസങ്ങളെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തു? 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അതായത് ഇവിടെ നമ്മുടെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ 2 കിങ്ഡം ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹം, അതായത് R.H. വിറ്റാക്കർ ഓർഗാനിസങ്ങളെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തു? 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. 5 കിങ്ഡങ്ങളാക്കി മാറ്റി. ഏതൊക്കെയാണ് ആ 5 കിങ്ഡങ്ങൾ എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേതാണ് കിങ്ഡം മൊനീറ, രണ്ടാമത്തേതാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം മൊനീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, മൂന്നാമത്തേതാണ് കിങ്ഡം ഫഞ്ചേ, നാലാമത്തേത് കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം ആനിമേലിയ. ഓക്കെ, കിങ്ഡം മൊനീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചേ, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം ആനിമേലിയ. ഇതിനെക്കുറിച്ച് ഇത്രയല്ല, ഒരുപാട് പഠിക്കാനുണ്ട്. അത് നമ്മൾ പിന്നീട് പഠിക്കും. തൽക്കാലം ഇത്രയും മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്? എന്തൊക്കെ കാര്യങ്ങളാണ്? സയന്റിസ്റ്റിന്റെ പേര് ഞാൻ എഴുതിയില്ലേ? R.H. വിറ്റാക്കർ. R.H. വിറ്റാക്കർ എന്ന സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്തത്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത്. ഓക്കെ ആണല്ലോ? അത്രയും പോയിന്റ്സ് ആണ് തൽക്കാലം നമുക്ക് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി ഇതിനേക്കാൾ കുറച്ചും കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ ക്രൈറ്റീരിയകളും അദ്ദേഹം കൊണ്ടുവന്ന മാനദണ്ഡങ്ങളും അതിന്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് ആനിമൽസിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിച്ചു. ആനിമൽസിൽ ക്ലാസിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടന്നിരുന്നു. ആദ്യകാലത്തെ മനുഷ്യർ എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയത്? ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ്, അവരുടെ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയത്. എന്നാൽ ആദ്യമായിട്ട് സയൻറ്റിഫിക് ആയിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ മെത്തേഡ് കൊണ്ടുവന്നത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയത്? ബേസ്ഡ് ഓൺ ദ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ഓഫ് ഓർഗാനിസം. ഓർഗാനിസത്തിൻ്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയത്. He classified plants into herbs, shrubs, trees. He classified animals into animal with red blood, animals without red blood. Okay. അതിനുശേഷം നമ്മൾ പറഞ്ഞു അതത്ര കറക്റ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നില്ല. പിന്നീട് എന്ത് ചെയ്തു? അതിനേക്കാൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരണം എന്നൊരു ചിന്തയുണ്ടായി. അങ്ങനെ സ്റ്റഡിയൊക്കെ നടത്തി വന്നപ്പോഴാണ് അടുത്ത സയൻറ്റിസ്റ്റ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന കാൾ ലിനേയസ്. ഓക്കെ, അദ്ദേഹമായിരുന്നു കാൾ ലിനേയസ്. അദ്ദേഹം എന്ത് പ്രൊപ്പോസ് ചെയ്തു? ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പ്രൊപ്പോസ് ചെയ്തു. ആ സിസ്റ്റം അടിസ്ഥാനത്തിൽ ഓർഗാനിസങ്ങളെ 2 കിങ്ഡങ്ങളാക്കി തിരിച്ചു. കിങ്ഡം അനിമേലിയയും കിങ്ഡം പ്ലാന്റേയും. All animals include kingdom Animalia. All plants included in kingdom Plantae. ഓക്കെ, അങ്ങനെ 2 കിങ്ഡം ആക്കി തിരിച്ചു. പക്ഷെ അതും എന്ത് ചെയ്യാൻ പറ്റിയില്ല? അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം എന്താണ്? അവിടെ ഒരു ഗ്രൂപ്പിൽ തന്നെ പലതരത്തിലുള്ള ഓർഗാനിസങ്ങളുണ്ട്. ആനിമൽസിൽ തന്നെ പലതരത്തിലുള്ള ആനിമൽസ് ഉണ്ട്, പ്ലാന്റ്സിൽ തന്നെ പലതരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ട്. യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാർ ഓർഗാനിസങ്ങൾ ഒരു ഗ്രൂപ്പിൽ വന്നു. അതുപോലെ തന്നെ പ്രോക്യാരിയോട്ടിക്, യൂക്യാരിയോട്ടിക് ഓർഗാനിസങ്ങൾ ഒരു ഗ്രൂപ്പിൽ വന്നു. ഫോട്ടോസിന്തറ്റിക്, നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസങ്ങൾ ഒരു ഗ്രൂപ്പിൽ വന്നു. അപ്പോൾ അതൊന്നും എന്ത് ചെയ്യാൻ പറ്റിയില്ല? നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അതൊരു ലിമിറ്റേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ പല രീതിയിൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ഓർഗാനിസങ്ങൾ ഒരു ഗ്രൂപ്പിൽ വന്നു. അതൊന്നും എന്ത് ചെയ്യാൻ പറ്റിയില്ല? അംഗീകരിക്കാൻ സാധിച്ചില്ല. കൂടാതെ മറ്റൊരു ലിമിറ്റേഷൻ ഉണ്ട്. എന്തായിരുന്നു പറഞ്ഞത്? ആനിമൽസ് ആണോ പ്ലാന്റ്സ് ആണോ എന്ന്, അതായത് ആനിമലായിട്ടും പ്ലാന്റ് ആയിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഓർഗാനിസങ്ങൾ ഉണ്ടായിരുന്നു. അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഈ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അതെല്ലാം എന്തിൻ്റെ ലിമിറ്റേഷൻസ് ആയിരുന്നു? നമ്മുടെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് ആയിരുന്നു. അപ്പോൾ ഇതിനേക്കാൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം വേണ്ടി വന്നു. അങ്ങനെ വീണ്ടും സ്റ്റഡി നടത്തിയപ്പോൾ പുതിയ ഒരു സയൻറ്റിസ്റ്റ് വന്നു. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു R.H. വിറ്റാക്കർ. അദ്ദേഹം എന്ത് പ്രൊപ്പോസ് ചെയ്തു? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തു. ആ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും 5 കിങ്ഡങ്ങൾ ഉണ്ടായിരുന്നു, അതായത് 5 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഹി ക്ലാസിഫൈ ഓർഗാനിസംസ് ഇൻടു 5 കിങ്ഡം. ദേ ആർ ഏതൊക്കെയായിരുന്നു? കിങ്ഡം മൊനീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ. അതിൽ കിങ്ഡം മൊനീറ എന്ന് പറയുന്നത് ബാക്ടീരിയകൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രൊട്ടിസ്റ്റ എന്ന് വെച്ചാൽ യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളായിട്ടുള്ള, നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ അമീബ, പാരമീസിയം, യുഗ്ലീന, അതൊക്കെ വരുന്നത് കിങ്ഡം പ്രൊട്ടിസ്റ്റയിലാണ്. പിന്നെ കിങ്ഡം ഫഞ്ചയിൽ ഫംഗസുകൾ വരുന്നു. ഫംഗസുകൾക്ക് മാത്രം ഒരു ഗ്രൂപ്പ് കൊടുത്തു. ഓക്കെ, അതിലാണ് ഫംഗസുകൾ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മഷ്റൂം, സ്പൂണൊക്കെ ഇല്ലേ, അതൊക്കെ വരുന്നത് ഇതിൻ്റെ അകത്താണ്. പിന്നെ കിങ്ഡം പ്ലാന്റ്, അതിനകത്ത് എല്ലാ പ്ലാന്റ്സും വരും. കിങ്ഡം അനിമേലിയ, അതിൻ്റെ അകത്ത് എല്ലാ ആനിമൽസും വരും. ഇങ്ങനെയാണ് അദ്ദേഹം ആ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ, അതിൻ്റെ ക്രൈറ്റീരിയ, അതുപോലെ തന്നെ അവിടെ അദ്ദേഹം പ്രധാനപ്പെട്ട എന്തെല്ലാം ക്യാരക്ടേഴ്സാണ് ചൂസ് ചെയ്തത്, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നീട് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനും മെറിറ്റ്സ് ഉണ്ട്, ഡീമെറിറ്റ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കണം. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതെല്ലാവരും നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഇതിൻ്റെ ബാക്കി പോർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.